കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ അഭിഷേക് മനു സിംഗ്വിയെ രാജ്യസഭയിലേക്ക് വീണ്ടും നാമനിർദ്ദേശം ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിച്ചു. തെലങ്കാനയിൽ നിന്നുള്ള ഒഴിവിലേക്കാണ് സിംഗ്വി മത്സരിക്കുക. ഹരിയാനയിൽ ദലിത് നേതാവ് കരൺവീർ സിംഗ് ബൌദ്ധ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. ധനസുമോദ് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ആരൊക്കെയാണ് രാജ്യസഭയിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് ഒഴിവന്ന സീറ്റുകളിലേക്ക് പരിഗണിക്കുന്നത്? സുമോദിലേക്ക് വരാം. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചില നാമനിർദ്ദേശങ്ങൾ വരികയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്. കോൺഗ്രസ് നേതാവും അഭിഭാഷകനുമായ അഭിഷേക് മനു സിംഗ്വിയാണ് രാജ്യസഭയിലേക്ക് വീണ്ടും നാമനിർദ്ദേശം ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. തെലങ്കാനയിൽ നിന്നുള്ള ഒഴിവിലേക്കാണ് സിംഗ്വി മത്സരിക്കുക. ഹരിയാനയിൽ ദലിത് നേതാവ് കരൺവീർ സിംഗ് ബൌദ്ധ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. ധനസുമോദ് ചേരുന്നു. ധനസുമോദ്, ആരേക്കാണ് ഇപ്പോൾ ഒഴിവന്ന സീറ്റുകളിലേക്ക് കോൺഗ്രസ് നാമനിർദ്ദേശം ചെയ്യുന്നത്? പ്രധാനമായും അഭിഷേക് മനു സിംഗ്വിനെയാണ് ഈ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഹിമാചൽ പ്രദേശിൽ നിന്നും അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്ത് മതിയായ അംഗങ്ങൾ വിജയിക്കാൻ ഉണ്ടായിരുന്നിട്ട് പോലും പല കോൺഗ്രസ് അംഗങ്ങൾ തന്നെ കൂറുമാറി വോട്ട് ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് തെലങ്കാനയിൽ ഒഴിവെന്ന ഒരു സ്ഥാനാർത്ഥി ഒരു കാലാവധിയിലാണ് അദ്ദേഹത്തിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നത്. അത് കേവലം ഒരു 2 വർഷം പോലും തികച്ചില്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് കാര്യം കോൺഗ്രസിന്റെ ഒരു നിയമപരമായ പോരാട്ടം, രാഹുൽ ഗാന്ധിയുടെ നിയമ പോരാട്ടം തുടങ്ങിയവയൊക്കെ എല്ലാം നേതൃത്വം നൽകുകയും സുപ്രീം കോടതിയിൽ അടക്കം ഹാജരാകുകയും ചെയ്യുന്ന അഭിഷേക് മനു സിംഗ്വിയാണ്. അഭിഷേക് മനു സിംഗ്വിയോടുള്ള ഒരു നെഹ്റു കുടുംബത്തിന്റെ ഒരു കടപ്പാടുകൂടി വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ തെലങ്കാനയിൽ നിന്നും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ തെലങ്കാനയിൽ നിന്നും അഭിഷേക് മനു സിംഗ്വിയെ കൂടാതെ വേം നരേന്ദ്ര റെഡ്ഡിയെ കൂടി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും എം ക്രിസ്റ്റഫർ തിലകനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ നിന്നും DCC പ്രസിഡന്റ് അനുരാഗ് ശർമ്മയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഹരിയാനയിൽ നിന്നും ദളിത് നേതാവായ കർമ്മവീർ സിംഗ് ബൌദ്ധിനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അവസാനമായി 6ാമതായി ഛത്തീസ്ഗഡിൽ നിന്നും പൂലോ ദേവി നേതാവിനെ കൂടിയാണ് ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.